ഇതിനൊരു കഥ പറയാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, അവൻ വിദേശ രാജ്യത്ത് വന്ന് വലിയ ജോലി നേടി, ആരും മോഹിക്കുന്ന സാലറിയും കിട്ടി. അന്ന് അയാളെ ഭാര്യനോട് പറഞ്ഞു, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സമ്മാനം വാങ്ങി ഞാൻ നാട്ടിക്ക് പോവുക. ഭാര്യ ചോദിച്ചു, ആർക്ക് കൊടുക്കാനാ? എന്റെ അധ്യാപകന് കൊടുക്കാൻ. അത്ഭുതത്തോടെ അവള് ചോദിച്ചു, എന്താ കാരണം? അത് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാ. കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സമ്മാനം വാങ്ങി ആ ചെറുപ്പക്കാരൻ നാട്ടിക്ക് വിമാനം കയറി. അയാൾ ചെറുപ്പകാലഘട്ടത്തിൽ 4ാം ക്ലാസ് പഠിച്ച ആ തന്റെ LP സ്കൂളിലെ അന്നത്തെ ക്ലാസ് അധ്യാപകൻ അദ്ദേഹം തെരഞ്ഞു കണ്ടുപിടിച്ചു. വയസ്സനായ അധ്യാപകന്റെ ക്ലാസ് അധ്യാപകന്റെ മുൻപിൽ ചെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, മാഷേ നിങ്ങൾക്ക് ഇന്ന ഓർമ്മ ഉണ്ടോ? മാഷ് കുറെ നോക്കി നിട്ട് പറഞ്ഞു, എനിക്കറിയൂല മോനെ എന്നാ. ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു കഥ പറഞ്ഞാ സാറിന് എന്നെ വേഗം മനസ്സിലാവും. സാറിന് ഓർമ്മ ഉണ്ടോ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി അവന്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പം വില കൂടി ഒരു വാച്ച് കൊണ്ടുവന്നിരുന്നു. ആ വാച്ചും കെട്ടി ക്ലാസ്സിലൂടെ എങ്ങനെ ഷോ കാണിച്ച് നടക്കുന്ന അവന് ഉച്ചയായപ്പം നിലവിളിക്കാൻ തുടങ്ങി. കാരണം അവന്റെ ബാഗിൽ നിന്ന് ആ വാച്ച് ആരോ മോഷ്ടിച്ചിട്ടുണ്ട്. ആ മോഷ്ടിച്ച വാച്ച് നമ്മളെ ക്ലാസ് റൂമിൽ ഏതോ ഒരു ബാഗിലുണ്ടെന്നും സാറിന് അറിയാം. നമ്മളെ ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് അത് മോഷ്ടിച്ചത് എന്ന് സാറിന് അറിയാവുന്നത് കൊണ്ട് തന്നെ സാർ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ വന്നപ്പോ പറഞ്ഞു, എല്ലാവരും ബാഗിന്റെ സിബ് തുറന്നിടുക, കണ്ണടയ്ക്കുകയും ചെയ്യുക. ഞാൻ ഓരോരുത്തരുടെ ബാഗും പരിശോധിക്കും. 2ാമത്തെ ബെഞ്ചിന്റെ 4ാമത്തെ ആളായിട്ടിരിക്കുന്ന എന്റെ മുൻപിലേക്ക് സാറ് വരുമ്പോ എനിക്കുറപ്പാ എന്റെ ബാഗിന്ന് സാറിന് ആ വാച്ച് കിട്ടും. കാരണം അതെടുത്തത് ഞാനായിരുന്നു എന്ന് സാറിന് മനസ്സിലാവും. പക്ഷേ സാറ് പരിശോധിച്ച്, ഞാനടക്കം ആ ക്ലാസ്സിലുള്ള 50 കുട്ടികളെയും പരിശോധിച്ച് 50ാമത്തവന്റെ ബാഗും പരിശോധിച്ച് തിരിച്ചു വന്ന മുൻപിൽ നിന്ന് സാറ് പറഞ്ഞു, എല്ലാരും കണ്ണുറന്നോളൂ, വാച്ച് കിട്ടിയിട്ടുണ്ട്. പല കുട്ടികളും ചോദിച്ചു, ആരുടെ ബാഗിലാന്ന്? സാർ ഉത്തരം പറഞ്ഞിട്ടില്ല. അവസാനം വാച്ച് കൊടുത്ത് തിരിച്ചു പോകുമ്പോ എനിക്കുറപ്പാണ് സാറേ ഞാനാണ് അത് ചെയ്തത് എന്ന് സാറിനറിയാം. സാറിനെ തിരിച്ചു വിളിക്കുമെന്ന്. പക്ഷെ എന്നെ സാറ് വിളിക്കുകയും ചെയ്തില്ല. ആ കുട്ടി ഞാനാണ് സാർ. അന്ന് നിങ്ങൾ എന്നെ അപമാനിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥയിൽ എത്തിപ്പെടാൻ പറ്റൂലായിരുന്നു. ഒരു പക്ഷെ ഞാൻ കള്ളനായി മാറിയേക്കാം. ആ അധ്യാപകൻ പറഞ്ഞു, എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല മോനെ. അത്ഭുതത്തോടെ വീണ്ടും ആ കുട്ടി ചോദിച്ചു, അന്ന് ആ ബാഗ് എന്റെ ബാഗായിരുന്നു, എന്റെ മുഖത്തേക്ക് സാറൊന്ന് നോക്കിയിട്ടുണ്ടാവില്ല എന്റെ ബാഗ് അത് കിട്ടിയപ്പോ. അപ്പൊ അധ്യാപകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ഞാനും കണ്ണടച്ചിട്ടാണ് ബാഗ് പരിശോധിച്ച്. എന്റെ 50 കുട്ടികളിൽ ഒരാളെപ്പോലും കള്ളനായിട്ട് കാണാൻ എനിക്ക് ആഗ്രഹമല്ല. 50 പേരെയും ഞാൻ ഒരുപോലെയാ സ്നേഹിച്ച്. അതുകൊണ്ട് ഒരു പക്ഷെ നിന്റെ മുഖം ഞാൻ അന്ന് കണ്ടിരുന്നെങ്കിൽ പിന്നീട് ഓരോ ദിവസവും നിന്നെ ഒരു കള്ളനായിട്ട് എന്റെ മനസ്സ് തോന്നുകയായിരുന്നു. അത് തോന്നാതിരിക്കാൻ ഞാനും കണ്ണടച്ചിട്ട് ആ ബാഗ് പരിശോധിച്ച്. അതുകൊണ്ട് ഇങ്ങാരാന്ന് എനിക്കറിയൂല. കൊണ്ടുപോയ വില കൂടിയ സമ്മാനത്തിന്റെ വില കുറഞ്ഞുപോയി എന്ന സങ്കടം കൊണ്ട് ആ കുട്ടി കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ.